എന്നാലും സോമരായ ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തോ? നീ കാര്യം പറ. നീ ഇങ്ങനെ ഈശ്വരനെ വിളിച്ചോണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും സോമരായ? എടാ മഹേഷ്, നീ എങ്കിലും കാര്യം പറയടാ. ഞാൻ ഇപ്പം എന്തോന്ന് പറയാ, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി എന്നും പറഞ്ഞ് മൂത്തവരിയ്ക്കുമ്പോ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. മുതിർന്നവരിയ്ക്കുമ്പോ നിനക്ക് സംസാരിക്കാൻ വയ്യല്ലടാ. ഈ മുതിർന്ന എന്റെ ചുണ്ട് കടിച്ചോണ്ട് വന്നിട്ട് ആരുടെ പറഞ്ഞു? അയ്യേ മഹേഷ്, നിനക്ക് പ്രേമിക്കാൻ ഈ പഞ്ചായത്ത് വേറെ ആരെയും കിട്ടില്ല. എടാ ഈ പ്രായം നോക്കണ്ടടാ, ഒന്നുമില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മനുഷ്യനാണ്. ആ ഫോട്ടോ കണ്ടിട്ടുണ്ടോ നീ? ഗാന്ധിജിയുടെ ഉപ്പൂറ്റിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യരെ പ്രേമിച്ച് ചുണ്ട് കടിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എന്തോന്നാ ഈ പറഞ്ഞു പിന്നെ? അണ്ണാ, ഞാൻ ഈ മീശയുള്ള സോമനാഥനെ കാണാനല്ല വന്നത്. പിന്നില്ലാതെ ഇയാൾ അനിയ മീശയില്ലാത്ത പ്ലക്കൻ രായന്തനെ കാണാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കാണാനല്ല വന്നത്. പിന്നെ ആരെ കാണാൻ വന്ന? ഞാൻ ഇവിടുത്തെ പെണ്ണില്ല ഐശ്വര്യ, അവളെ കാണാൻ വേണ്ടി വന്നില്ലേ? ഐശ്വര്യ? അതേത് പെണ്ണ്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അണ്ണാ, ഒരു സ്കെൽറ്റ് പെണ്ണുണ്ടെണ്ണ, ഈ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സൊക്കെ കയറി പോകും കോളേജിൽ. നമുക്ക് ഇന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെമ്പിള്ളേരൊന്നും ഞാൻ അങ്ങനെ കണ്ടു പരിചയമില്ല. അത് ഏത് പെങ്കൊച്ചത്? പ്രസിഡന്റ് അത്ര അറിഞ്ഞൂടെ? നമ്മളെ ഉഷേട്ടത്തില്ലേ? ഓ, നമ്മുടെ ഈ കണ്ണാടിയുടെ മോളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുന്ന, അതുപോലെ തന്നെ കാലില് മൊത്തം കൂട്ടസിട്ട പെങ്കൊച്ചല്ലേ? ഈ കാലഘട്ടത്തിലുള്ള ഒന്നിനെ അറിഞ്ഞൂടാ, പഴയത് മൊത്തം സ്കാൻ ചെയ്ത് എന്റെ പ്രസിഡന്റ് സത്യാസം ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയും. സംസാരിക്കുന്നു. ഒന്ന് ഇറങ്ങാ നീ. സോമരായൻ പറ. പ്രസിഡന്റ്, ഈ കുടുംബത്തിലുള്ള എല്ലാവരും അമ്പലത്തിലോട്ട് ഉത്സവം കാണാൻ പോയി. ശരി. ഇനി നാളെ അവര് വരും. ഈ കുടുംബത്തിൽ ആണുള്ളത് ഞാനാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഐശ്വര്യ മോളില്ലേ, അവളെ റൂമിൽ മാത്രമേ AC ഉണ്ട്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ ചെന്ന് കയറി കിടന്ന് ഓടി വന്ന് കടിച്ചിട്ട്. അത് എനിക്കറിയാമോ, ഐശ്വര്യ റോഡിൽ അവളല്ലേ കിടക്കണത്, ഇങ്ങനെ കയറി കിടക്കും. ഞാൻ അറിഞ്ഞ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരാളെ അറിയാതെ കിടക്കുന്നു, നമ്മളൊന്ന് ചുരണ്ടെങ്കിലും വിളിക്കട്ടെ. എടാ മഹേഷേ, അത് നീ ചെയ്യായിരുന്നു. ഒന്ന് ചുരണ്ടിട്ട് നമ്മളൊരാള് കിടക്കുമ്പോ ഇത് ആളാണോ എന്നൊന്ന് ചുരണ്ടാ നിനക്ക് മഹേഷേ. അണ്ണാ, നിങ്ങൾ എന്തോന്ന് പറയണം? എന്ത്? അത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. IPC 354 പ്രകാരം അത് കേസാണ്. ഞാൻ അകത്ത് പോവും. ഇത് ഭയങ്കര വിഷയമല്ലേ അത്? പിന്നെ ചുണ്ട് കടിച്ചു പറിച്ചെടുക്കുന്ന പത്മശ്രീ കിട്ടുന്ന പരിപാടിയാണ്. സാധാരണ ഞാൻ കിടക്കുന്നത് കിഴക്കോട്ട് തലവെച്ചാണ് കിടക്കുന്നത്. എന്റെ ഭാഗ്യത്തിന് ഞാൻ വടക്കോട്ട് തലവെച്ച് കിടന്നോണ്ട് എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ അവന്റെ മൂല വെച്ച് കടിച്ചെടുത്തിട്ട് പോയനെ. എന്റെ മകന്റെ നിനക്ക് ഇങ്ങനെ ഉണ്ടാണ് ഒരു മര്യാദ ഇല്ലാത്ത പ്രവൃത്തി. ഞാനിത് കേസ് കൊടുക്കും. കേസ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ DGP വിളിച്ച് ഞാൻ കൊടുക്കാൻ പറയണം. ഞാൻ കൊടുക്കണ. നിങ്ങളുടെ ബഹളം വെക്കണം, നമുക്ക് സംസാരിക്കാം. ഞാൻ കൊടുക്കും. എനിക്ക് കരയോഗത്തുള്ള DGP ആണ് ഞാൻ സംസാരിക്കാം. സാറേ, ഞാൻ കരയോഗം പ്രസിഡന്റ് ആണ്. ഓ, വേറൊന്നുമില്ല, നമ്മുടെ സോമരാജന്റെ ചുണ്ടിലേ ഇന്ന് രാത്രിയായപ്പോ മഹേഷ് ഒന്ന് പ്ലീച്ചി. അല്ല, വേറൊന്നുമല്ല, ഇത് ചുണ്ടിലിങ്ങനെ കടിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന് എന്താണ് സാറേ, ഇത് സെക്ഷൻ എങ്ങനെയാണ് നിയമപ്രകാരം? എന്താ സ്നേഹത്തോടെയാണ് വല്ലത്? എനിക്ക് അറിഞ്ഞു. അയ്യേ, ഞാൻ ഇവരിപ്പോ കണ്ടതേ ഉള്ളൂ. അല്ലല്ല, സ്നേഹത്തോടെ അല്ല സാറേ. എന്താ അപ്പൊ സെക്ഷൻ ഏത് വരും? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലേ? അപ്പൊ 500 രൂപയുള്ള പറ്റി. ഓ, ചെവിയിലെ മടക്കില് ആണോ വെച്ചെങ്കിൽ 250 ഉള്ളല്ലേ? അത് ചോദിക്കാൻ പറയാൻ വേണ്ടേ, വെറുതെ 250 രൂപ കളയാൻ വേണ്ടിട്ട് 500 രൂപ. 500 രൂപ കൊടുത്ത് സാറേ വിളിക്കാം. സാറേ 500 രൂപ കൊടുത്ത് 500 രൂപ? എന്റെ ചുണ്ട് കടിച്ചവൻ 500 രൂപ മാത്രമേ ഉള്ളൂ. പേടാ, പിന്നെ അല്ല, നിങ്ങൾ ഈ വടക്കമ്പോയിലെ കടിച്ചാൽ അവനെ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഇവനെന്തോ മുൻവൈരാഗ്യം എന്റെ അടുത്തുണ്ട്. അണ്ണാ, എനിക്ക് മുൻവൈരാഗ്യം കാണിക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത് നേരത്തെ കാണിക്കാം. ഞാൻ ഈ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണാലോചിച്ചിട്ട് പോയൊരു ചെറുപ്പക്കാരനാണ്. പെണ്ണാലോചിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞ് ജാതകം തരൂല, തമ്മിൽ നമ്മൾ കെട്ടിക്കൂല. വാ തോരാതെ തെറി വിളിച്ചെണ്ണ. ഈ വാ തോരാ തെറി വിളിച്ച് അതിന്റെ വാശിക്കാണ് വായി തന്നെ കടിച്ചു കൊടുത്താ. ഞാൻ ഇത് കേസ് കൊടുക്കും. പ്രസിഡന്റ് എന്ന് പറയുന്നത് കേസ് കൊടുക്കുന്നുണ്ട്, വേറെ വിഷയമില്ല. ഒന്ന് നാട്ടുകാരെ നാക്കറിയാലും അവരെങ്ങനെ പറഞ്ഞു തിരിക്കുമെന്ന് പറയാൻ പറ്റൂല. പയ്യൻ ചെറുപ്പക്കാരനാണ്. ഇവൻ പാതിരാത്രി വന്നപ്പോ നീ വാതിൽ തുറന്നു കൊടുത്തില്ലെന്ന് ആര് പറയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തീരുമാനം ഉണ്ടാക്കാം. മഹേഷേ, ഇവിടുത്തെ പെങ്കുച്ചിനെ ഐശ്വര്യമായിട്ട് നീ എങ്ങനെയാ കണ്ടുമുട്ടിയത്? അപ്പൊ അത് ഭയങ്കര കഥയാണ്. ഞാൻ അവളെ കാണുന്നെന്ന് പറഞ്ഞാൽ കോളേജിൽ വെച്ചാണ്. കോളേജിലെ ഫ്രഷേഴ്സ് ഡേക്ക് ഞാൻ ഒരു പാട്ട് പാടി. അത് കണ്ടിട്ടാണ് ക്രഷ് അടിച്ചെന്നാണ് അവള് പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞത്. ഏത് പാട്ട്? കർക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ. അവനിപ്പോഴും ചുണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അവര് കർക്കണ്ട ചുണ്ടിൽ എന്താണ് അതിന് നിങ്ങളെ മോകളുടെ എനിക്ക് അപ്പൊ പ്രേമം തോന്നിയില്ലല്ലോ. അവള് സിനിമാറ്റിക് ഡാൻസ് കളിച്ച് എനിക്ക് അപ്പോഴല്ലേ പ്രേമം തോന്നിയത്. സിനിമാറ്റിക് ഡാൻസ്? ഓ, ചുണ്ടത്ത് ചെത്തി ചെണ്ട് വിരിഞ്ഞു. അപ്പൊ ചെറുക്കന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, നിങ്ങളുടെ കൊച്ചിന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചുണ്ടത്ത് തെറ്റിപ്പോന്ന് പറഞ്ഞ പാട്ട് കേട്ടാ ഉടനെ നിനക്ക് എങ്ങനെയാ പ്രേമം വന്ന? അപ്പോഴല്ല വന്നത്. പിന്നെ
ഞാൻ അവളെ കണ്ട കാലം തൊട്ട് ഞാൻ പറയണ് ആ കോളേജിൽ അങ്ങനെ ഒരു പെണ്ണില്ല. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെണ്ണ അവളെ കണ്ണ് അതുപോലെ ഒരു കണ്ണ് കോളേജിൽ ഇല്ല. മൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, പിന്നെ അവളെ ചിരി അത് ഞാൻ പറഞ്ഞ ശരിയാവൂല. പറ്റൂല. ഹലോ, അതായത് ഈ തറവാട്ടിൽ എന്റെ ഐശ്വര്യമൊക്കെ എന്റെ സൗന്ദര്യം കിട്ടിയിരിക്കുന്നു. എന്നെ പറിച്ചു വെച്ചേക്കും. പറിച്ചു വെച്ചേക്കുന്ന ഒരു ചെറുക്കൻ നല്ലപോലെ പറഞ്ഞോണ്ടോ പറിച്ചു ചെയ്യാമെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ഈ പെണ്ണ് ഞാനുമായിട്ടുള്ള കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ദൈവത്തിനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ എങ്ങാനും നടത്തി തരുമെങ്കിൽ നടത്തി തരാം. എന്റെ സോമരാജ കല്യാണം നടത്തി കൊടുക്കണേ നല്ലത്. കാരണം അറിയാലോ കേസ് എങ്ങനെ പോകുന്ന. നീ വാതിൽ തുറന്നിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് അവനെ അറിഞ്ഞൂടാ. ഓരാക്കി ഞാനാണ് ഇവന്റെ ജാതി ഏത്? സോമരാജ, നീ മനുഷ്യനാണോടാ? ഇന്നത്തെ കാലഘട്ടം ഏതാണ്? 2025. ജാതി മതം വർണ്ണം ആരെങ്കിലും പറയോ? നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. SNDP കരയോഗത്തിലുള്ള പയ്യനാണോന്ന് മാത്രം നോക്കിയപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇല്ല, ഞാൻ വേറൊന്നുമല്ല. ഇവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം എന്ന് അറിയാമോ? പെണ്ണ് PhD എടുത്ത പെണ്ണാണ്. എങ്ങനെ കൊടുക്കും ഇവന്? അവള് PhD എടുത്തത് എനിക്ക് തോന്നുന്നു. എനിക്ക് 4 ലാംഗ്വേജ് അറിയാം. ജീവിക്കാൻ 4 ലാംഗ്വേജ് ധാരാളം. 4 ഭാഷ അറിയാൻ സോമരാജ മഹേഷിന്. 4 ഭാഷ അറിഞ്ഞാൽ എവിടെ പോയാലും അരി മേടിക്കാനുള്ള കാശ് അവൻ ഉണ്ടാക്കും. ഏത് ഭാഷയുടെ മഹേഷ് നിനക്കറിയാം? ശ്രദ്ധിച്ച് കേട്ടോ. മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, മലയാളം തേർഡ്, മലയാളം ഫോർത്ത്. 4 ലാംഗ്വേജ് അറിയാം. 4 എണ്ണം. പഠിച്ചിട്ട് തന്നെ വന്നിരിക്കണം ഇവിടെ. ഇടയ്ക്ക് പനിയും കരപ്പന വല്ലതും വന്നാടാ? ഇടയ്ക്ക് വന്ന് എന്ത്? ഇല്ലെങ്കിൽ നീ മലയാളം 68 വരെ പഠിച്ചാൻ. അത് വിട്. എവള് PhD എടുത്തല്ലോ. ഞാൻ പകരം കറസ്പോണ്ടന്റ് പഠിക്കാൻ പോവേണ്. ഇന്ന് നിർത്തിക്കൊള്ളണം. നീ ഇന്ന് നിർത്തിക്കൊള്ളണം. ആ പഠിത്തം ഇന്ന് നിർത്തിക്കൊള്ളണം. അതെന്തിന്? നീ കരയോഗം പ്രസിഡന്റിന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തു ചെയ്യോടാ? കരയോഗം പ്രസിഡന്റാ? കറസ്പോണ്ടന്റ് അങ്ങനെ സാധനം ഉണ്ട്. കറസ്പോണ്ടന്റ് അതെന്ത് സംഭവം? അങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നിങ്ങൾ തെറ്റിക്കുഴി LP സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ തെറ്റിക്കുഴിയാണ് പഠിച്ചത്. ഞാനും അവിടെയാണ് പഠിച്ചത്. അതാണ് മനസ്സിലാവാത്ത. നീ പള്ളിക്കൂടത്തിന് വേണ്ടി കൊണ്ടുവച്ചോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവന് കല്യാണം കഴിച്ച് കൊടുക്കാന്ന് വിചാരിക്കാം. പക്ഷേ ഇവൻ പെണ്ണെ എങ്ങനെ നോക്കും? അത് ചോദ്യമാണ് മഹേഷ്. ഒരു പെങ്കൊച്ചിനെ കൈ പിടിച്ചു തരുമ്പോ വീട്ടുകാർ എന്തായാലും ചോദിക്കും, പെങ്കൊച്ചിനെ എങ്ങനെ നോക്കും? മഹേഷ് എങ്ങനെ നോക്കാനാ ഉദ്ദേശം? ന്യായമായ ചോദ്യം. ഞാൻ രാവിലെ 6 മണിക്ക് ഉറക്കൊഴിഞ്ഞിട്ട് പല്ലിയേക്ക് ഒരുത്തനാണ്. തറവാടി എഴുത്ത് കഴിഞ്ഞാൽ പല്ല് തേച്ച് റെഡിയായി നേരെ അടുക്കളയിലോട്ട് ഞാൻ പോകും. അവിടെയാണല്ലോ പെണ്ണ് പാചകം ചെയ്തോണ്ടിരിക്കുന്നത്. അവിടെ സ്ലാബ് ഇല്ലേ, അതിൽ കയറി ഞാൻ ഇരിക്കും. അവിടെ ഫസ്റ്റ് നോട്ടം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 10 മണിക്ക് അവള് കാപ്പിയും കൊണ്ടുവരുമല്ലോ. അപ്പൊ ഇത് വാരി തിന്നണ കൂട്ടത്തില് സെക്കൻഡ് ഒരു നോട്ടം. 5 മണിയാകുമ്പോൾ ഞാൻ പോയി കിടക്കാം. കാര്യം രാവിലെ ഉറക്കൊഴിഞ്ഞ് നോക്കണേ, എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണം. ഇവിടെ ഞായറാഴ്ച അണ്ണാച്ചി വരൂ. ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അണ്ണാച്ചിക്ക് കെട്ടിച്ചു കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ? ഇവൻ എന്റെ നോട്ടത്തെ പറ്റി പറയാ. ശ്രീധരൻ എന്ത് വരുമെന്ന് കേള്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സോമരാജ, നിങ്ങൾ ചെക്കൻ എന്ത് കൊടുക്കാം? എന്റെ ചുണ്ടൊഴിച്ച് ബാക്കി എന്ത് കൊടുക്കാം? അതാണ് ചോദിച്ചത്. സ്ത്രീധനായിട്ട് എന്ത് കൊടുക്കും? അവര് ചോദിക്കാൻ പറ, സ്ത്രീധനം കൊടുക്കാം. സ്ത്രീധനം ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ്. എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. സ്ത്രീ തന്നെയാണ് ദാനം. എനിക്ക് അവള് മാത്രം മതി. നല്ല മനസ്സാണ്. ഇതുപോലെ ചെറുക്കനെ കിട്ടണമെങ്കിൽ സ്ത്രീധനം ഒന്നും വേണ്ട അവന്. സ്ത്രീധനം എന്തോളം കൊടുക്കാം. പക്ഷെ എന്റെ പെങ്കൊച്ചിന്റെ കണ്ണ് നനയരുത്. കണ്ണ് നനയില്ലെന്ന് പറഞ്ഞാൽ അവള് കുളിക്കുമ്പോ കണ്ണ് നനയൂലേ? എനിക്ക് മൈദമാവ് എടുത്ത് ഒട്ടിക്കാൻ പറ്റും. മഹേഷ് എന്തൊക്കെ പറയുന്നത്? പെങ്കൊച്ചിന്റെ കണ്ണില് മൈദമാവ് ഒട്ടിക്കാന്ന് പറഞ്ഞു. എടാ മനുഷ്യത്വം വേണോടാ പെങ്കൊച്ചിന്റെ കണ്ണില് മൈദമാവ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. മൈദമാവ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. കുളിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കവർ കെട്ടിവെക്കണം. അതാകുമ്പോ കണ്ണും നനയൂല, മൂക്കും നനയൂല, വായും നനയൂല. ഇവൻ പെണ്ണോണെന്ന് പറഞ്ഞ തറവാട്ടോട് കയറി വന്നേ. ഇവൻ എന്ത് യോഗ്യത? ഇവൻ എന്താണ് ജോലി? പറയുമ്പോൾ മഹേഷ് നിനക്ക് ഇപ്പൊ എന്ത് ജോലി മോനെ? അണ്ണാ ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും പരിപാടി. ഇവിടെ ശബ്ദമൊക്കെ വിളിച്ചോ. അവിടെ ആരാണ്ടാ? നമ്മളവിടെയൊക്കെ മൈക്ക് ലൈറ്റ് ആണ് ശബ്ദം. അതല്ലെന്ന്. പിന്നെ ശബ്ദം വിളിച്ചോ ഇല്ലേ? അവിടെ ചെയ്യുന്നത് ആരാണെന്ന്? കേറണതാ? അവിടെ അണ്ണായി തെങ്ങി കയറാനല്ലേ ചോദിച്ചത്? അവിടെ വെച്ച് കിട്ടൂലേ അത്? അണ്ണാ തെങ്ങി കയറി വീണാലല്ലേ എണ്ണ വച്ച് കെട്ടേണ്ട കാര്യമുള്ളൂ. എന്തോന്ന് പറയുന്നത് മനസ്സിലാവൂല്ലോ. നീ അടുത്ത് സംസാരിക്കുന്നത് ഒരു കരയോഗം പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയണ മര്യാദ വേണ്ടടാ. ഇവിടെ തെങ്ങി കയറിയിട്ട് വീഴുമ്പോഴത്തേക്ക് നീ എന്താ പറഞ്ഞാൽ വെച്ച് കിട്ടുമെന്നാ? ഇവിടെ വെച്ച് കിട്ടല്ല, പ്ലാസ്റ്റർ ആണ്. അത് സർക്കാർ ആശുപത്രിയാണെങ്കിൽ നമ്മള് സാധനം മേടിച്ചു കൊടുക്കണം. പ്രൈവറ്റിലാണ് മേടിച്ചു കൊടുക്കണം. അവർ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരും. ചേരുമ്പടി ചുണ്ട് തന്നെ കടിച്ചെടുത്തത് എന്തായാലും. ഇതാണ് ഞാൻ പറഞ്ഞത്. അവനാണ് അവിടെ ജോലി ചെയ്യുന്നുള്ള കാര്യമില്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ മൈക്ക് സെറ്റ് കൊണ്ട് നടക്കുന്നൊന്നും നമ്മുടെ തലവട്ടത്ത് പെണ്ടില്ല. പിന്നെ നമ്മുടെ തലവട്ടത്തിന് മഹിമയുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? എന്റെ മുത്തച്ഛൻ 7 അടി പൊക്കം, ഒത്ത വണ്ണം, കടാകടിയൻ. നമ്മളെ മിറ്റത്തിരിക്കുന്ന ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോഴേ ആന പിണ്ടിടൂലല്ലേ? എന്തുകൊണ്ട്? ഇടാ മുത്തത്തിന് മുമ്പ് ആന പിണ്ടിടൂലല്ലോ. എന്തുകൊണ്ടാ? ഇടാ എന്തുകൊണ്ട്?
പ്രസിഡന്റ്, മുത്തച്ഛന്റെ അമ്മ ആന പിണ്ടോടൂല. കടാകടിയനായ മുത്തച്ഛന്റെ അമ്മ ആന പിണ്ടോടൂല. എന്തുകൊണ്ട്? നീ ഈ കടാകടിയെ ആനെ വഴി തൂറിന്ന് വിളിക്കുമെന്ന് പേടിച്ചിട്ടാണ്. അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിച്ചാ. തോന്നിയേ അത് തോന്നിയേ. അങ്ങനെ മഹിമ പറയാനാണെങ്കിൽ എനിക്കുണ്ട്. എന്റെ മുത്തച്ഛൻ കാട്ടിക്കയറി വെടിവെക്കുന്ന ഒരു നല്ല വേട്ടക്കാരനായിരുന്നു. എന്റെ മുത്തച്ഛൻ കാട്ടിക്കയറി ഒരു വെടിവെച്ച് കഴിഞ്ഞാൽ ഒറ്റ മൃഗങ്ങൾ അവിടെ കാണൂല. മുത്തച്ഛന്റെ തോക്കിന്ന് പറഞ്ഞ വെടിയുടെ സൗണ്ട് കേട്ടോണ്ടാ? ഇല്ല. ടണ്ടണ ടണ്ടണ 2 ബുള്ളറ്റ്. ഇത് ശരിയാകൂലേട്ടാ. എന്റെ തറവാട്ടി വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി അവൻ തണ്ടണാന്ന് പറഞ്ഞ എന്റെ കാര്യം. അല്ല, സംഭവം എന്താന്നറിയാം? ഈ മുത്തച്ഛൻ എന്ന് പറഞ്ഞ പഴയ ആളല്ലേ. മാത്രമല്ല ഈ തോക്കെന്ന് പറഞ്ഞ പഴയത്. അതിൽ നിന്ന് ടണ്ടണെങ്കിലും വന്നത് വലിയ കാര്യമായിട്ട് അതൊരു വലിയ തെറ്റായിട്ട് കാട്ടാ. അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കല്ലേ നല്ലത്. അല്ല, കല്യാണക്കാരി പരമായി ടണ്ടണ ഇടേണ്ട കാര്യമുണ്ടാ? ടണ്ടണ വിഷയമാണ്. പിന്നെ വിഷയമാണ്, എനിക്ക് വിഷയമാണത്. മഹേഷ്, എന്തു പരിപാടി മഹേഷ്? ഒരു കാര്യം, നീ എന്തിനാ ഇപ്പൊ ആ ടണ്ടണ വെച്ചു? എന്റെ ടണ്ടണ ഇല്ലല്ലോ, മുത്തച്ഛൻ കാട്ടിക്കയറി വെച്ച ടണ്ടണ ഇല്ലേ ഇത്? ആ ടണ്ടണ വെച്ചോണ്ടല്ലേ പുള്ളി ഇപ്പൊ ഞാൻ ഒരുവിധം കലക്കടിപ്പിച്ച് വരുമല്ലോ സംഭവം. അപ്പൊ പുള്ളി എന്താ പറയുക? കല്യാണം നടക്കും? ടണ്ടണ വിഷയമല്ലേടാ. പുള്ളിയോട് അണ്ണ സംസാരിക്കും. പക്ഷെ ടണ്ടണയ്ക്ക് പോലെ എന്തോ ചെയ്യും നമ്മള്? ടണ്ടണ ഞാൻ തിരിച്ചെടുക്കാം, പക്ഷെ ഒരു കിണുകണ ഞാൻ ഇടും. ഞാൻ സംസാരിച്ചു നോക്കാം. സംസാരിക്കും. തോമരായോ? ഓ, ചെറുക്കനൊരു അബദ്ധം പറ്റി ഒരു ടണ്ടണ ഇട്ടതാണ്. ആ ടണ്ടണ അവൻ തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പകരം ഒരു കിണുകിണ വെച്ചാ കല്യാണം നടത്തോ? അവന്റെ കിണികൾ എന്റെ അടുത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക് പറയാം, എനിക്ക് എന്നെ ടണ്ടണ പറഞ്ഞൂടെ? എന്നെ ഡ്രിന്നാഡിസ്കിന് എന്താ കുഴപ്പം? എന്റെ തറവാട്ടിൽ ഞാൻ പറയാം ഡ്രിന്നാഡിസ്കിന്. തറവാട്ടിലുള്ള ടണ്ടണ നിർത്തിട്ടാ. ഈ കല്യാണം നടക്കാത്ത കാര്യം എന്താണ്? നമ്മൾ തമ്മിലുള്ള ജാതകം ചേരൂല. പെണ്ണും നീയായിട്ടുള്ള ജാതകം ചെയ്യില്ല. പെണ്ണും നീയായിട്ടുള്ള ജാതകം അല്ല ചേർക്കേണ്ടത്. നീ അവന്റെ ഡെർനാഡിസ്കിനെ നിന്റെ ഡണ്ടാഡിസ്കിനെയാണ് ആദ്യം ചേർക്കേണ്ടത്. അത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം കേട്ടോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണിന്റെ ജാതകം അല്ല ചേർക്കാനുള്ളത്, നമ്മുടെ രണ്ടിന്റെയും ജാതകമാണ് ആദ്യം നോക്കാനുള്ളതാണ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞ പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നന്ദി പറയുന്നുണ്ട്. നിങ്ങളെ വീട് എവിടെ? വീടും നാടും ഒന്നും ഇല്ല എനിക്ക്. എന്ത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്റെ ചുണ്ടാണേ വലുത്. dum 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 dum